താങ്കൾ കഥാകൃത്താണോ എഴുത്തുകാരിയാണോ? സിനിമയുമായുള്ള ബന്ധം എന്താണ്? സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കഥ സിനിമയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. 2 വർഷം മുമ്പാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോൾ 2 വർഷം മുമ്പ് ആളുടെ കോണ്ടാക്ട് എനിക്ക് ഫേസ്ബുക്ക് വഴിയോ വേറെ ഏതോ ഒരു ഫിലിമിലെ തന്നെ ഒരാളുമായിട്ട് കിട്ടി, ആളിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ കഥ പറയണം എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ശരി, ഒന്ന് ത്രെഡ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ത്രെഡ് അയച്ചു കൊടുത്തു വാട്സപ്പിൽ കൂടെ. അപ്പോൾ ആള് പറഞ്ഞു ത്രെഡ് ഓക്കെ ആണ്, ഇഷ്ടപ്പെട്ടു, നമുക്ക് നേരിട്ട് കഥ പറയാമെന്ന് പറഞ്ഞു. കൊല്ലത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കൊച്ചിയിൽ നിന്ന് അവിടെ വരെ വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സാർ ഒന്ന് കൊച്ചിയിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാം, അപ്പൊ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു ഇല്ല, എനിക്കത് കഴിഞ്ഞിട്ട് കുറെ മീറ്റിംഗ്സ് ഉണ്ട്, മുംബൈയിലും അവിടെ ഇവിടെ ആയിട്ട് മീറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും കൊല്ലത്തേക്ക് തന്നെ വന്നാൽ മതി, അപ്പൊ നമുക്കത് വേഗം അതിനൊരു ക്ലാരിറ്റി വരുത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സിനിമ കഥ ത്രെഡ് ഇഷ്ടപ്പെട്ടു, ഇനി കഥ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ എടുക്കും എന്നുള്ളൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ ഹോട്ടലിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആള് റൂമിലോട്ട് വന്നിട്ട് പറഞ്ഞു കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ആളെനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വേറൊരു കോള് വന്നു, നവ്യ നായർ, അവരെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പറഞ്ഞു നമുക്ക് കഥയല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, നമുക്കൊരു സീൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആള് ഭയങ്കര വൾഗറായിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ പറഞ്ഞു. ആള് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കഥ സിനിമയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാർ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഞാൻ അഭിനയിച്ച് കാണിക്കാം, എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആള് എന്നെ ടച്ച് ചെയ്യാനും അതുപോലെ കിസ് ചെയ്യാനും ബെഡിലേക്ക് കിടത്താനൊക്കെ ശ്രമിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ കഥ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഞാനിവിടെ നിന്ന് പൊക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്താ ആക്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കഥ സിനിമയാക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ കഴുത്തിൽ കിസ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്തായാലും റൂമിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ ആള് പറഞ്ഞിരുന്നു എനിക്ക് ഒരു കാര്യം ചെയ്യൂ, കഥ ഫുള്ളായിട്ട് കേൾക്കണമെങ്കിൽ റൂമിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തായാലും കഥ ഫുള്ളായിട്ട് കേൾക്കുന്നു തോന്നുന്നില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാർ റൂമിലോട്ട് പൊക്കോളൂ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കേൾപ്പിക്കാം, അല്ലെങ്കിൽ കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ സാറിന് കഥ പറയാം. എപ്പോഴായിരുന്നു? കൊല്ലത്തെ ഏത് ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവമൊക്കെ? ഹോട്ടലിലെ ലോബിയിൽ വെച്ചാണോ ഉണ്ടാവുന്നത് അതോ? അല്ലല്ല, റൂമിലാണ്. ആള് 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ റൂമിലോട്ടാണ് ആൾ ആദ്യം വന്നത്. ശരി ശരി. അത് കഴിഞ്ഞിട്ട് ആള് ലാസ്റ്റ് ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു ശരി, ഞാൻ കഥ കേൾക്കാം, എന്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, റൂമിലോട്ട് വരുന്നില്ല, സാർ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഉറപ്പാണ്, സാർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിയിലെത്തി. രാവിലെ ആയപ്പോൾ കൊച്ചിയിലെത്തി. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആളുടെ കുറെ മിസ് കോൾ കണ്ടു. എന്നിട്ട് ആളെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ പറഞ്ഞു അയ്യോ എന്ത് പണിയാ കുട്ടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറെ സോറിയൊക്കെ പറഞ്ഞു. ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയാ, എനിക്കൊരു മോളുള്ളത്, ആളും ഡയറക്ടറാണ്, ഞങ്ങൾക്ക് നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാർ, സാറിന്റെ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാൻ വന്നത്, എന്റെ കഥ സിനിമയാക്കുമെന്ന് സാറ് പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇപ്പൊ അത് അവിടെ തീർന്നു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ അങ്ങനെയല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും കാശ് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഒന്നും വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല അങ്ങനെയല്ല, ഇതാരോടും പറയുകയും ചെയ്യരുത്, പിന്നെ അവിടെ വരെ വന്നതല്ലേ, വണ്ടിക്കാശ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഡ്രൈവറോ ആരുടെയോ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴി എനിക്ക് 10,000 രൂപ അയച്ചു തന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആരോടും പറയാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നാൽ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ആളെ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് മൊത്തം കൂടെ ഉണ്ട്, പിണറായി സഖാവ് കൂടെ ഉണ്ട്, നിൽക്കുമെന്ന്, നടപടി എടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനിപ്പം ഇത് സംഭവം നടന്ന സമയത്ത് ആരോടെങ്കിലും പറയുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇത് ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ ആ സമയത്ത്? കേൾക്കുന്നില്ല. ഇത് ആ സംഭവം ഉണ്ടായ സമയത്ത് ആരോടെങ്കിലും പറയുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല, ഫ്രണ്ട്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു
എത്ര വന്നാലും ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ പാരൻസിനൊന്നും അത്ര ഇഷ്ടമല്ല ഞാൻ സിനിമയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് ആളുകൾ അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ധൈര്യം കിട്ടി. ശരി, ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാനിപ്പോ പറയുന്നത്. ഇതിനുശേഷം എപ്പോഴെങ്കിലും അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുകയോ അദ്ദേഹത്തെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആള് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാനും ആ കോണ്ടാക്ട് നിർത്തുകയാണ് ചെയ്തത്. കാരണം എന്തായാലും സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആള് വെറുതെ പറഞ്ഞതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമായിരുന്നു. അതൊരു ചതിയായിരുന്നു. അതെ, കാരണം പ്ലാൻ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അന്നേരം തന്നെ അദ്ദേഹത്തിന് പറയായിരുന്നു, സോറി കുട്ടി, ഇതും ഇഷ്ടമായില്ല, ഈ സ്റ്റോറി ത്രെഡ് ഇഷ്ടമായില്ല, വരണമെന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ ഉറപ്പ് തന്നതിന്റെ പുറത്താണ് ഞാൻ അങ്ങോട്ട് എത്തുന്നത്. അവിടെ എത്തിയിട്ടും സിനിമയിൽ അഭിനയിപ്പിക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്നിട്ടും നിർബന്ധിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനെ ഒരു സീൻ ഞാൻ പറയട്ടെ, അതുപോലെ ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അത് പ്ലാൻഡ് അല്ലാതെ പിന്നെ വേറെ അതിലൊന്നും ചിന്തിക്കാനില്ലല്ലോ. സിനിമയിലെ കരിയർ എന്ന സ്വപ്നം അതോടുകൂടി ഉപേക്ഷിച്ചോ? എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സിനിമാ മോഹം പൂർണ്ണമായും ഈ ഒരു ദുരനുഭവത്തോടു കൂടി അവസാനിപ്പിച്ചോ? പിന്നീടും പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. അതായത് നമ്മളെ പറഞ്ഞ് പറ്റിക്കരുത്. അല്ലാതെ ഒറ്റയടിക്ക് സോറി ഇത് കഥ കൊള്ളില്ല, അല്ലെങ്കിൽ ഈ കഥ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ഇതുപോലെ പറഞ്ഞു പറ്റിക്കരുത് എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയണ്ടേ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. അതായത് വി.കെ. പ്രകാശിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. പരാതി എവിടെയെങ്കിലും കൊടുത്തോ? നമ്മൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് എന്തെങ്കിലും കോണ്ടാക്ട്, ഇങ്ങോട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടോ? മൊഴിയെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇന്ന് രാവിലെയാണ് മെയിൽ അയച്ചത്. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. സർക്കാർ ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ ഈ ദുരനുഭവം ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയച്ചു അല്ലേ? അതെ. അപ്പോൾ ഈ കേസുമായി എന്തായാലും മുന്നോട്ട് പോവുക എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതിജീവിതമാർ പുറത്തു വരാൻ, നിയമ നടപടി സ്വീകരിക്കാനൊക്കെ മടിക്കും. അത് സാമൂഹ്യ സാഹചര്യവും സാമ്പത്തിക പിന്തുണ ഇല്ലായ്മയൊക്കെ കൊണ്ടാണ്. ഇവിടെ പക്ഷേ സർക്കാർ ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹവും ഇപ്പോൾ വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് പരിപൂർണമായി വിജയിക്കുന്നതുവരെ, താങ്കൾക്ക് നേരിട്ട ദുരനുഭവത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇല്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കൂടെയുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നന്ദി. ഇപ്പോൾ ഞങ്ങൾ വി.കെ. പ്രകാശിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വേർഷൻ എന്താണ് എന്നുള്ളത് ഈ കാര്യത്തിൽ അറിയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ആ വേർഷൻ ഇവിടെ ഇല്ലാതിരിക്കുന്നത്.